പ്യുവർ മസ്ലിൻ സിൽക്കിൽ സെമി സ്റ്റിച്ച്ഡ് ആയിട്ട് വരുന്ന സൽവാർ സെറ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത്. രണ്ട് പാറ്റേണാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. നല്ലൊരു ഡാർക്ക് പിങ്ക് ടോണും പിന്നെ നമുക്ക് പീച്ചും ഓറഞ്ചും പിങ്ക് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു ഷെയ്ഡും ഉണ്ട്. അപ്പോൾ ഈ രണ്ടിൻ്റെയും കളക്ഷൻ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം. ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു സൽവാർ സെറ്റിൻ്റെ പാറ്റേൺ വന്നേക്കുന്നത്. നല്ല മസ്ലിൻ സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ട് നെക്ക് ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്തേക്കുവാണ്. ഫുള്ളായിട്ട് ഒരു ബാന്തിനി, ചെറിയ ബാന്തിനി പ്രിൻ്റാണ് വരുന്നത്. നെക്കിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കിത് ഓർഗൻസ ഫാബ്രിക്, എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള ഓർഗൻസ ഫാബ്രിക്കിൽ ഒരു വീനെക്ക് പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത്. ബാക്ക് സൈഡും സെയിം പ്രിൻറ്റ് തന്നെയാണ് വരുന്നത്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു പിങ്ക് ടോണിലാണ് ഈ സെറ്റ് വന്നേക്കുന്നത്. ദുപ്പട്ട വരുമ്പം ഓർഗൻസ ദുപ്പട്ട തന്നെയാണ്. ഓർഗൻസയിൽ നമുക്ക് നല്ല പക്ക ഒരു പാർട്ടി വെയർ സൽവാർ സെറ്റ് ആട്ടോ ഇത്. ഇതിൽ ഫുള്ളായിട്ടും സ്വീക്വൻസ് വർക്കാണ് ചെയ്തേക്കുന്നത്. സൈഡിൽ നമ്മൾ നെക്കിൽ കണ്ട സെയിം ഓർഗൻസ ഫാബ്രിക്കിൽ എംബ്രോയ്ഡറി ചെയ്താണ് കൊടുത്തേക്കുന്നത്. ബോട്ടം വരുമ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള സാൻഡൂൺ സിൽക്കിൻ്റെ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഡിസൈൻ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഇതിൽ നല്ല പീച്ചും ഓറഞ്ചൊക്കെ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ആ ഒരു ക്ലോസർ വ്യൂ വന്നേക്കുന്നത്. നെക്കിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കൊരു വീനെക്ക് പാറ്റേൺ ചെയ്തിട്ട് അതിൽ ലേസ് വർക്ക് കൊടുത്ത് ഫുള്ളായിട്ട് ഹൈലൈറ്റ് ചെയ്തേക്കുവാണ്. ഉള്ളിലൊക്കെ സ്വീക്വൻസ് വർക്കുണ്ട്. ഇതാണ് ഈ ഒരു കളർ കോമ്പിനേഷൻ വരുന്നത്. സ്ലീവ് നമുക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. സെയിം പ്രിൻറ്റ് തന്നെയാണ് നമുക്ക് സ്ലീവിലും വരുന്നത്. ബാക്ക് സൈഡും സെയിം പ്രിൻറ്റ് തന്നെയായിരിക്കും വന്നേക്കുന്നത്. ഇതാണ് ടോപ്പ് പാറ്റേൺ. ദുപ്പട്ട വരുമ്പം ഓർഗൻസയിൽ തന്നെ നമുക്ക് ഇങ്ങനെ സൈഡ് ഷോൾ എടുത്തക്ക രീതിയിൽ വീതി കുറഞ്ഞാണ് വരുന്നത്. അതിൽ ഫുൾ നല്ല എംബ്രോയ്ഡറി ആണ് ചെയ്തേക്കുന്നത്. നല്ല ഗോൾഡൻ ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയ്ഡറിയും സ്വീക്വൻസ് വർക്കും ആണ് വരുന്നത്. ബോട്ടം വരുമ്പോഴത്തേക്ക് പ്ലെയിൻ ആയിട്ടുള്ള സാൻഡൂൺ സിൽക്കിൻ്റെ ബോട്ടം തന്നെയാണ് പെയർ ചെയ്തേക്കുന്നത്.